ബംഗളൂരു സ്ഫോടന കേസിൽ പ്രതിക്കെതിരെ 7 വകുപ്പുകൾ ചുമത്തി. UAPയിലെ 16, 18, 38 ഉൾപ്പെടെയാണ് ചുമത്തിയിരിക്കുന്നത്. അതിനിടെ പ്രതിയെന്ന് സംശയിക്കുന്ന ആളിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മനീഷ് മൂർത്തി വിവരങ്ങൾ നൽകും. മനീഷ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ വിശദാംശങ്ങൾ. ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ CCTV ദൃശ്യങ്ങൾ, അത് ഈ കടയ്ക്ക് പുറത്തുള്ള ചില മേഖലകളിൽ നിന്ന് കളക്ട് ചെയ്ത CCTV ദൃശ്യങ്ങളാണ്. അതിൽ വളരെ കൃത്യമായി തന്നെ പ്രതിയുടെ മുഖം പതിഞ്ഞിട്ടുണ്ട്. അയാൾ മാസ്ക് ധരിച്ചിട്ടുണ്ട്, തൊപ്പി ധരിച്ചിട്ടുണ്ട്, അയാളുടെ കൈവശം ഒരു ബാഗുമുണ്ട്. അതിനുശേഷം ഈ കടയ്ക്കകത്തുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്നും അയാളെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റാണ് ഈ പറഞ്ഞ പ്രതിയെന്ന് സംശയിക്കുന്നയാൾ അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ബാഗ് വെക്കുകയും വളരെ വേഗത്തിൽ തന്നെ പുറത്തേക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ ബാഗ് വെച്ച് പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇയാളെ ട്രേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ രാവിലെ സംസാരിച്ചതുപോലെ ഒരാൾ ഇത് പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്ന കാര്യവും അത്തരത്തിലുള്ള സൂചനകളും എന്തായാലും പുറത്തു വരുന്നുണ്ട്. 7 വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. UAPയിലെ 3 വകുപ്പുകൾ ഉൾപ്പെടെ 7 വകുപ്പുകളാണ് എന്തായാലും ഈ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. 8 സംഘങ്ങൾ, അതായത് ബംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ചിൻ്റെ 8 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് പോലീസ് ഈ അന്വേഷണം നടത്തുന്നത്. ആഭ്യന്തരമന്ത്രി പരമേശ്വര അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് നമ്മൾ രാവിലെ സൂചിപ്പിച്ചതുപോലെ ടൈമർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ സ്ഫോടനം നടത്തിയിട്ടുള്ളത് എന്നുള്ളൊരു സ്ഥിരീകരണം ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 1 മണിക്ക് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം 1 മണിക്ക് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അതിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യുമെന്നുള്ള കാര്യവും എന്തായാലും പറയുന്നുണ്ട്. എന്നാലും നിലവിലിപ്പോൾ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല ആഭ്യന്തരമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം, ഈ സ്ഫോടനം നടക്കുന്ന സമയത്ത് അതിലെ ഒരു BMTC ബസ്, അതായത് ബാംഗ്ലൂർ മെട്രോ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഒരു ബസ് ആ വഴി പോയിട്ടുണ്ട്. അപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇയാൾ ബസ്സിലാണ് വന്നതും പോയതും എന്നുള്ളൊരു കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നും ആഭ്യന്തരമന്ത്രി എന്തായാലും പറയുന്നുണ്ട്. ഫോറൻസിക്കിൻ്റെ ആദ്യഘട്ട പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് ഈ ടൈമർ വെച്ചുകൊണ്ടാണ് ഈ ഒരു സ്ഫോടനം നടത്തിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യവും എന്തായാലും ആഭ്യന്തരമന്ത്രി തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സ്ഥിതിയുമുണ്ട്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഈ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളതാണ് ആഭ്യന്തരമന്ത്രി പറയുന്നത്. എന്തായാലും ഒരാൾ നേരത്തെ കസ്റ്റഡിയിലുണ്ട് എന്നൊരു സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബംഗളൂരു സ്വദേശിയാണ് കസ്റ്റഡിയിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.